നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജനങ്ങൾക്കും രാജ്യത്തിനും ആവശ്യം വികസനമാണ്. ബി.ജെ.പിയുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മോദി സർക്കാർ ഇത്തവണയും അധികാരത്തിലെത്തുമെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. ഹിമാചൽ പ്രദേശ് ഹിമപൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഇത് 5ാം തവണയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ജനവിധി നേടുന്നത്. കഴിഞ്ഞ 4 തവണയും മണ്ഡലം അദ്ദേഹത്തിനൊപ്പം തന്നെയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും, വീണ്ടും താമര വിരിയിക്കുകയും ചെയ്യും. ഹിമാചലിൽ 4 സീറ്റും NDA നേടും. മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതിലേറെ ആത്മവിശ്വാസം നിറച്ചിട്ടുണ്ട്. മോദി സർക്കാരിന്റെ 10 വർഷം രാജ്യത്ത് എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്നത് ജനങ്ങൾക്ക് അറിയാമെന്നും ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് ഭാരതം ഏറെ മുന്നിലാണെന്നും കഴിഞ്ഞ മോദി സർക്കാരിന്റെ ഭരണമാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് വോട്ട് തേടാനാണ് തീരുമാനമെന്നും ഠാക്കൂർ പറഞ്ഞു. ഹമീർപൂർ പട്ടണത്തിനിടയിലുള്ള സമീർപൂരിലെ തറവാട്ട് വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധി അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ BJP അനുകൂല തീരുമാനമെടുക്കാനല്ലേ പ്രേരിപ്പിക്കുക? മണ്ഡലത്തിൽ ഭരണവിരുദ്ധതയുടെ ചോദ്യം ഒന്നും ഉടലെടുക്കാൻ സാധ്യതയില്ല എന്നും പകരം വീണ്ടും BJP അധികാരത്തിലെത്തിയാൽ അനുകൂലമായ സാധ്യതയാണ് ഇപ്പോഴുള്ളതെന്നും തന്നെയും BJPയെയും സംബന്ധിച്ചിടത്തോളം പ്രധാന വിഷയം വികസനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരിന്റെ നേട്ടങ്ങളും സംസ്ഥാനങ്ങളുടെ വികസനവും സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചർച്ച ചെയ്യാനാണ് തീരുമാനമെന്നും ജനങ്ങളെ ഒരിക്കൽ കൂടി നേരിട്ട് കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങും, വീണ്ടും അധികാരത്തിലെത്തിയാൽ പിന്തുണ തേടും. വിജയ സങ്കല്പ യാത്ര എന്ന റോഡ് ഷോയ്ക്ക് മുൻപ് ഠാക്കൂർ പറഞ്ഞ കാര്യങ്ങളാണിതെല്ലാം. ജൂൺ 1-നാണ് ഹമീർപൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് BJP പ്രവർത്തകർ മുന്നേ തന്നെ തുടക്കം കുറിച്ചെങ്കിലും ഠാക്കൂർ ഇന്നലെ മുതലാണ് നേരിട്ടുള്ള പ്രചരണത്തിനായി ഇറങ്ങുന്നത്. 2008 മുതൽ അനുരാഗ് ഠാക്കൂർ ഹമീർപൂർ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. ജൂൺ 1-ന് തിരഞ്ഞെടുപ്പ് നേരിടുന്ന സംസ്ഥാനങ്ങളിലെ പ്രമുഖരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ഠാക്കൂറിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ പ്രേംകുമാർ ധുമാലുവും ഹമീർപൂരിൽ നിന്ന് 3 തവണ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അനുരാഗ് ഠാക്കൂർ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കുട്ടിക്കാലത്ത് ക്രിക്കറ്റിനോട് അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയാണിപ്പോൾ BJP പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളും കേന്ദ്രമന്ത്രിയുമായി തിളങ്ങുന്നത്. 14-ാം വയസ്സു മുതലാണ് ഠാക്കൂറിന്റെ ക്രിക്കറ്റ് യാത്ര ആരംഭിച്ചത്. വിജയ് മർച്ചന്റ് ട്രോഫി നേടിയ പഞ്ചാബ് അണ്ടർ-16 ടീമിനെ നയിക്കുകയും ഹിമാചലിനു വേണ്ടി രഞ്ജി കളിച്ച ടീമിന്റെ ക്യാപ്റ്റനുമായിരുന്നു അദ്ദേഹം. ഇതിനെല്ലാം ഉപരി BCCI പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. BCCIയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ തലവനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം അച്ഛന്റെ പാത പിന്തുടർന്ന് 2008-ലാണ് ഠാക്കൂർ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത്. പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായി 7 വർഷത്തോളം സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ തന്റെ അടുത്ത എതിരാളിയായ രാംലാലിനെ 3.87 ലക്ഷം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ആദ്യ മോദി സർക്കാരിൽ ധനകാര്യ വകുപ്പ് സഹമന്ത്രിയായി, പിന്നീട് കോർപ്പറേറ്റ് വകുപ്പിന്റെ ചുമതലയും വഹിച്ച അദ്ദേഹം നിലവിൽ വാർത്താ വിതരണ പ്രക്ഷോഭണ വകുപ്പ് മന്ത്രിയാണ്. ഡൽഹിയിലെ തിരക്കേറിയ രാഷ്ട്രീയ ഷെഡ്യൂളിൽ നിന്ന് സമയം കിട്ടുമ്പോഴെല്ലാം ഠാക്കൂർ തന്റെ സമയവും ഊർജവും തന്റെ മണ്ഡലത്തിനായി വിനിയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ക്രിക്കറ്റിനോടുള്ള താല്പര്യം ഹിമാചൽ പോലെയൊരു മലയോര സംസ്ഥാനത്തിൽ മികച്ച ആധുനിക പരിശീലന സൗകര്യങ്ങൾ ഉണ്ടാക്കാനും കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IPL മത്സരങ്ങളുടെ വേദിയായ ഷോഫി സ്റ്റേഡിയം വികസിപ്പിച്ചതിനു പിന്നിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ ബിലാസ്പൂരിലെ ബക്ര ഡാമിന്റെ കായലുകളാൽ ചുറ്റപ്പെട്ട ലക്നോ ഗ്രൗണ്ട്, അന്താർ ഗുമ്മ ഉന്ന ഗ്രൗണ്ടുകളും ഇതിനോടൊപ്പം വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഹമീർപൂർ മണ്ഡലത്തിൽ റെയിൽവേ വികസനത്തിനും റോഡുകൾ, ദേശീയപാതകൾ, ബാങ്ക് ശാഖകൾ, സ്കൂളുകൾ, കോളേജുകൾ, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയ വിവിധ സാമൂഹിക സാമ്പത്തിക വികസന പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. MPയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തി പ്രാദേശിക കമ്മ്യൂണിറ്റി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. കമ്മ്യൂണിറ്റി സെന്ററുകൾ, മഹിളാ മണ്ഡൽ ഭവനുകൾ, യുവക് മണ്ഡല ഭവൻ, സരയിസ് ശംശാൻ ഘട്ടുകൾ, സോളാർ ലൈറ്റിംഗ്,
കളിസ്ഥലങ്ങൾ എന്നിവ അദ്ദേഹം നിർമ്മിച്ച് നൽകിയവയാണ്.